പക്ഷെ കേരളത്തിലെ കുംഭമേള ഈ രീതിയിലുള്ള സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും ഭക്തരുടെയും ഒക്കെ വലിയ രീതിയിലുള്ള കൂടിച്ചേരൽ, ധാർമ്മിക മഹായജ്ഞങ്ങൾ, ശാസ്ത്രാർത്ഥങ്ങൾ, അങ്ങനെയെല്ലാം സ്നാനം എല്ലാം നടന്നിരുന്ന ഒരു സംഗമം അത് ബ്രഹ്മദേവൻ്റെ കാലം മുതൽ കേരളക്കരയിലുണ്ടായിരുന്നു. ബ്രഹ്മദേവൻ യാഗം, അതായത് ദക്ഷിണ ഭാരതത്തിൻ്റെയും ആ ഭാരതത്തിലെ ജനങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പരശുരാമൻ്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ വന്ന് യാഗം ചെയ്ത ഭൂമിയാണ് തിരുനാവായയിലേത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഭാരതത്തിലെ മുഴുവൻ പുണ്യനദികളും, ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയിട്ടുള്ള മുഴുവൻ പുണ്യനദികളും ആ നദിയിൽ അവിടെ സാന്നിധ്യം ചെയ്തു. അങ്ങനെയാണ് ഭാരതത്തിൻ്റെ പുഴ, ഭാരതപ്പുഴ എന്ന് വേറൊരു പേര് പുഴയ്ക്കും ഈ ഭാരതത്തിൽ പേരില്ല. ഭാരതപ്പുഴ എന്നുള്ള രീതിയിൽ അവിടെ വിഖ്യാതമാകുന്നത്, ആ നദി വിഖ്യാതമാകുന്നത്. അപ്പം അവിടെ ദേവന്മാരും ഋഷിമാരും എല്ലാവരും ബ്രഹ്മദേവൻ്റെ യാഗത്തിന് അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാവരും ആ യാഗത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് അവിടെ അനുഗ്രഹിച്ചു. ഇനി എല്ലാ വർഷവും ഈ പുണ്യ സമയത്ത്, അതായത് മാഘമാസത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം ഈ തീർത്ഥഘട്ടത്തിലുണ്ടാകും. ഇവിടെ വന്ന് സ്നാനം ചെയ്ത് ആധ്യാത്മികമായിട്ടുള്ള വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ ജനങ്ങൾക്കും ആ ദേശത്തിനും അതിനനുസരിച്ചിട്ടുള്ള അഭിവൃദ്ധിയും ഊർജവും ലഭിക്കും എന്നുള്ളത്. പഴയ കാലത്ത് ഇങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ ഋഷീശ്വരന്മാർ തീർത്ഥഘട്ടങ്ങളിൽ യോജിപ്പിക്കുന്നത്, അതായത് യാഗഭൂമിയായിട്ട് അതിനുശേഷം വരുന്ന ഇത്തരത്തിലുള്ള മഹാസംഗമ വേദിയായിട്ടൊക്കെ യോജിപ്പിക്കുന്നത് ഈ ഗ്രഹ സംയോഗത്തിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള ഭൂമികളിൽ പ്രകൃതിയിലെ ശക്തികളുടെ വലിയ ഊർജപ്രവാഹം ഉണ്ടാകും. ആ ഊർജപ്രവാഹത്തിൻ്റെ സമയത്ത് അവിടെ എത്തിച്ചേരുന്നവരിൽ ആ ഊർജം പ്രസരിക്കും. അപ്പം അങ്ങനെ കേരളത്തിൽ നടന്നിരുന്ന ധാർമ്മിക മഹാസംഗമമാണ് മഹാമാഘ മഹോത്സവം.